അങ്ങനെ ഒരു വൈകുന്നേരം ഒരു 5:15 ആയപ്പോൾ ട്രാവൽസിന് നിർദ്ദേശപ്രകാരം 5:15 ആയപ്പോഴത്തേനും ഞാൻ ബോർഡിംഗ് പോയിന്റിലെത്തി. പക്ഷെ നമ്മുടെ കല്ലട ട്രാവൽസിൻ്റെ ഈ ഒരു AC സ്ലീപ്പർ ബസ് എത്തിയത് 6:30 ആയപ്പോഴാണ്. ഞാനിത് എടുത്തു പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നാളെ നിങ്ങളും ഈ വീഡിയോ കണ്ടിട്ട് പോകാനായിട്ടൊരു പ്ലാൻ ഇട്ടിട്ട് സെയിം ബസ് എടുത്തിട്ട് പണി കിട്ടരുത് എന്നൊരാഗ്രഹം എനിക്ക് പേഴ്സണലി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു ബസ്സിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അത്ര വെൽ മെയിൻറ്റൈൻഡ് അല്ലെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. കാരണം അത്ര വൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ഈ ഒരു മരടുള്ള റെസ്റ്റോറൻറ്റിലെത്തി. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി തന്നു. അപ്പോൾ തന്നെ ഞാൻ പയ്യെ ഇറങ്ങി ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ബസ്സിൽ കയറാൻ വേണ്ടി നിന്നപ്പോൾ ബസ്സിൻ്റെ ആൾക്കാർ കുറച്ച് പമ്മിപ്പരങ്ങുന്നേ കണ്ടു. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ബസ്സിന് ചെറിയ പ്രോബ്ലംസ് എന്തുകൊണ്ടെന്ന്. അപ്പോൾ കറക്റ്റ് മരടുന്ന് പാലാരിവട്ടത്ത് എപ്പോൾ തന്നെ ഒരു 3/4 മണിക്കൂറോളം ഈ ബസ് നിർത്തിയിട്ടു. ബസ്സിന് എന്തൊക്കെയോ പണി, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഫുൾ കംപ്ലീറ്റ് ഓഫ് ചെയ്ത് ചൂടെടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. അങ്ങനെ ബസ് ഒരുവിധം ശരിയാക്കി പിന്നെ യാത്ര നീങ്ങി സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഒരു 6:20 ആയപ്പോഴത്തേന് എഴുന്നേറ്റു. ആ ഒരു 6:30 സമയത്തായിരുന്നു ശരിക്കും ഇലക്ട്രോണിക് സിറ്റിയിൽ വണ്ടി എത്തേണ്ടത്. പക്ഷെ കൃത്യം 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇലക്ട്രോണിക് സിറ്റിയിൽ ഈ ബസ് കൊണ്ടെത്തിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ജോലിക്ക് കയറേണ്ട ഒരാൾ ഈ ബസ്സിനെ വിശ്വസിച്ച് എങ്ങനെ പോകും എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് തന്നെ വരാം. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു. ഹംപി എന്ന് പറഞ്ഞ യുനെസ്കോ എന്ന വേൾഡ് ഹെറിറ്റേജിൽ ഇടം നേടിയ ഹംപി, വിജയനഗര എംപയർ കാണണമെന്നൊക്കെ ആനന്ദം ഫിലിമൊക്കെ കണ്ടപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പോകണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലുള്ള എൻ്റെ ഒരു കസിനെ വിളിച്ചു. അപ്പോൾ അവൻ എന്നെ വന്ന് പിക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ നേരെ അവൻ്റെ റൂമിൽ പോയി റിഫ്രഷൊക്കെ ആയി. അന്നത്തെ ദിവസം ഒരു രാത്രി 8:30 വരെ ബാംഗ്ലൂരൊക്കെ ഒന്ന് കറങ്ങാൻ ഓർത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സൊക്കെ ബുക്ക് ചെയ്തു. നൈറ്റിലേക്കുള്ള 8:30 ആണ് എൻ്റെ ബസ് ഹൊസ്പേട്ട് ഹംപിക്ക് പോകാനുള്ളത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാം, മെജസ്റ്റിക്കിലൊക്കെ ഒന്ന് പോവാം, ഫീനിക്സ് മാൾ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് MG റോഡും ഒക്കെ ഒന്ന് പോയിട്ട് വരാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിൽ ഞങ്ങൾ പയ്യെ ഇറങ്ങി. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മെജസ്റ്റിക്കിൻ്റെ ഒരു ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിങ്ങനെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബാംഗ്ലൂരിലെ മെജസ്റ്റിക്കിലെ ഒരു മെട്രോ സ്റ്റേഷൻ. 1-2 ലൈൻ, പിങ്ക് ലൈൻ, ഗ്രീൻ ലൈൻ, അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് ഇവിടെ വരുന്നത്. കുറച്ചുകൂടെ അടിപൊളിയാണ് ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. നമുക്ക് വേറെടുത്ത് പോകണമെങ്കിൽ ഇറങ്ങിക്കയറണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് മെട്രോയിൽ കയറി ആ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം പോയി കണ്ട് കറങ്ങി അടിച്ച് 8:30 ആയപ്പോഴത്തേനും കൃത്യം ആ ഒരു ബസ് കയറേണ്ട സ്പോട്ടിൽ എത്തി. അങ്ങനെ ഈ കാണുന്ന ബസ്സിലല്ല ഞാൻ പോകുന്നത്, പക്ഷേ ഗോ ടൂറിൻ്റെ തന്നെ ഒരു ബസ്സായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാനെടുത്തൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ ഒരു 8:40 ആയപ്പോൾ തന്നെ ആ ഒരു ബസ് എത്തി. അധികം ലേറ്റൊന്നും ആയില്ല, കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ആ ഒരു ബസ്സിൻ്റെ ഇൻറ്റീരിയർ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. ആ ഒരു കല്ലട ട്രാവൽസിൻ്റെ ബസ്സും ഈ ഒരു ബസ്സിൻ്റെയൊക്കെ ഒരു ഇൻറ്റീരിയർ തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ എനിക്കൊരു അപ്പർ ഡെക്കിൽ വിൻഡോ സൈഡിലുള്ളൊരു സ്ലീപ്പർ ഇതായിരുന്നു കിട്ടിയതൊക്കെ. അപ്പോൾ നല്ല സുഖമായിരുന്നു. AC ആയതുകൊണ്ടും ആ ഒരു വിൻഡോ സൈഡൊക്കെ ആയതുകൊണ്ട് നല്ല വ്യൂ ഒക്കെ കണ്ട് ബാംഗ്ലൂരിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ ഒരു ഹംപി യാത്രയുടെ ഒരു മൂഡിലേക്കൊക്കെ ഞാൻ എത്തി. അത് കണ്ണടച്ച് എണീക്കുമ്പോഴത്തേനും ഹോസ്പിറ്റലിലെത്തും, ഹംപിയിലെത്തും എന്നുള്ളൊരു മൂഡിലായതുകൊണ്ട് കിടന്നുറങ്ങി എഴുന്നേറ്റു. അങ്ങനെ കൃത്യം ഹോസ്പിറ്റലിൽ ഒരു 4:45 എത്തി. പക്ഷേ അന്നേരം നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പണി പാളുമോ, മഴയൊക്കെ ആണല്ലോ. പക്ഷെ ആ മഴ അധിക നേരം ഒന്നും നീണ്ടു നിന്നില്ല, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്നങ്ങ് മാറി. അപ്പോൾ ഈ കാണുന്നതായിരുന്നു ആ ഗോ ടൂറിൻ്റെ ഒരു ബസ്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഹംപിക്ക് പോകണമെങ്കിൽ ഈ ബസ് ചൂസ് ചെയ്യാം കേട്ടോ, ധൈര്യമായിട്ട്. വലിയ റേറ്റൊന്നുമില്ല, ഒരു 1000 രൂപ താഴെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഹൊസ്പേട്ടിൽ നിന്ന് നമുക്ക് ഹംപിക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്ത ബസ് പിടിക്കണം. അപ്പോൾ ഇതായി കാണുന്നതാണ് നമ്മൾ ആ വന്നിറങ്ങുന്ന അതേ പോയിൻറ്റിന് ഓപ്പോസിറ്റ് ഉള്ളതാണ് ആ ഒരു ഹൊസ്പേട്ടിൻ്റെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ KSRTC സ്റ്റാൻഡൊക്കെ പോലെ അവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ബസ് സ്റ്റാൻഡ് കർണാടകയുടെ. അപ്പോൾ അവിടെ ഞാൻ എൻക്വയറിയിൽ പോയി തിരക്കി പറഞ്ഞു 6 മണിക്ക് കൃത്യം ഹംപിയിലേക്കുള്ള ബസ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ഞാൻ പയ്യെ പാട്ടൊക്കെ കേട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴത്തേനും നേരം പയ്യെ ഇങ്ങനെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ സ്കൈയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, അത്യാവശ്യം കളറൊക്കെ ഇങ്ങനെ സാച്ചുറേറ്റഡ് ആയി വന്നു. അപ്പോൾ അങ്ങനെ കൃത്യം 6 മണിയായപ്പോൾ തന്നെ ആ ഒരു
ഞാൻ നിൽക്കുമ്പോൾ ഒരു വലിയ ബസ്, നോൺ AC സ്ലീപ്പർ ബസ്, AC ബസ്, നോൺ AC ബസ് തന്നെ, സ്ലീപ്പർ ഹംപിയിലേക്ക്. അപ്പോൾ ചോദിച്ചു ഇങ്ങനെ ഇത് ഹംപിയിലേക്ക് തന്നെ ചോദിച്ചാൽ അതെ. അപ്പോൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഏകദേശം 90 രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു 30 കിലോമീറ്റർ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഹംപിയിലേക്ക് ഈ ബസ്സിൽ പോകാൻ. സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോവാം. ചിലപ്പോൾ ഇതൊരു സീസൺ ടൈം അല്ലാത്തത് കൊണ്ടാവാം ബസ്സിൽ ഞങ്ങൾ ഏകദേശം ഒരു 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു 4 പേർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ബസ് അവിടെ വരെ ഓടിയത്. അപ്പോൾ അങ്ങനെ അധികം സ്റ്റോപ്പുകളും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഈ രാവിലെ ഒരു സമയമായതുകൊണ്ടും അധികം ആൾക്കാരൊന്നും കയറാനും ഇല്ലായിരുന്നു. അങ്ങനെ ഈ ഒരു കാണുന്നതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഹംപിയിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ ഞാൻ പയ്യെ സീറ്റിലെ വിൻഡോസ് ഒക്കെ തുറന്നിട്ട് ഇങ്ങനെ നോക്കും, പുറത്തേക്ക് നോക്കുമ്പോൾ ആ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നു. ആ ഒരു ഹംപിയിലേക്ക് പോകാനുള്ളൊരു കാംനെസ്സും പീസ്ഫുൾ ആ ഒരു വൈബൊക്കെ അപ്പം തന്നെ കിട്ടി. അങ്ങനെ ഞാൻ ഇതൊരു ഡ്രീം ജേർണി ആയിരുന്നു. ഹംപി നമ്മുടെ കുറച്ച് അടുത്താണെങ്കിൽ തന്നെയും എനിക്കൊരു ഡ്രീം ജേർണി ആയിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പയ്യെ അവിടെ ഇതുപോലെ അംബേദ്കർ സ്റ്റാച്ചു ഒക്കെ ഉള്ള ഒരു ജംഗ്ഷൻ എത്തി. അവിടെ നിന്ന് പയ്യെ നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ വിജയനഗര എന്നുള്ള ആ ഒരു ബോർഡൊക്കെ കണ്ടു. അങ്ങനെ അവസാനം വെൽക്കം ടു ഹംപി, യുനെസ്കോയിലെ വേൾഡ് ഹെറിറ്റേജിൽ ഇടം പിടിച്ച ഹംപി, ഇന്ത്യയുടെ സ്വന്തം ഹംപി. നമുക്കെല്ലാവർക്കും പ്രൗഡായിട്ട് പറയാം ഈ ഒരു സ്ഥലത്തിനെ പറ്റി. ഇത്ര 600-700 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ കാര്യങ്ങളും അമ്പലങ്ങളും എല്ലാം ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത്. ഗുൽമോഹർ മരങ്ങൾക്കിടയിലൂടെയൊക്കെയുള്ളൊരു യാത്ര, നമ്മുടെ കേരളത്തിൻ്റെ സിമിലറായിട്ടുള്ളൊരു പച്ചപ്പും പരിപാടിയൊക്കെ, വാഴകളും ഇതൊക്കെ. ഈ വാഴകളൊക്കെ ഈ സമ്മറിൽ ഇവിടെ നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇവിടുത്തെ വെള്ളമാണ്. ഇവിടെ എത്ര വലിയ സമ്മർ വന്നാലും വെള്ളത്തിനൊന്നും ഒരു കുറവില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇത്രയും അഗ്രികൾച്ചറൊക്കെ അവിടെ ഇത്ര നന്നായിട്ട് നടക്കുന്നത്. വാഴയാണ് ഏറ്റവും കൂടുതൽ അവിടെ കണ്ടിട്ടുള്ളത്, വാഴയും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ നമ്മുടെ പയ്യെ ആ ബസ് നമ്മുടെ ഹംപിയിലെ മെയിൻ റീജിയനിലേക്ക് കടന്നിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വൈബൊക്കെ ഇങ്ങനെ പയ്യെ കിട്ടിത്തുടങ്ങി. അപ്പം നമ്മുടെ ഹംപിയെ പറ്റി പറയുകയാണെങ്കിൽ കർണാടക സ്റ്റേറ്റിലാണ് ഹംപി ഉള്ളത്. തുംഗഭദ്ര എന്ന നദിയുടെ തീരത്താണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 600-700 ഏക്കറാണ് ഹംപി ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ബസ്സിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ ഈ ഒരു ഹംപി ബസാറിലാണ് നമ്മൾ വന്നിറങ്ങുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഓട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവർ സത്യം പറഞ്ഞാൽ നമുക്ക് കിഡിലൻ ഓഫറൊക്കെ വെക്കും. അതായത് നോർത്ത് ഹംപി, സൗത്ത് ഹംപി കംപ്ലീറ്റ് കവർ ചെയ്യാൻ 2500 രൂപ എന്ന് പറയും. അപ്പോൾ ശരിക്കും അത് നല്ലൊരു പരിപാടിയാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ഓടി നടന്ന് കാണുന്നത് വെച്ചാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നിന്ന് തന്നെ ഒരു ചേട്ടൻ ചേച്ചിയുടെ കടയിൽ നിന്ന് ഇതുപോലെ പൂരി സെറ്റൊക്കെ മേടിച്ച് ഫുഡൊക്കെ അടിച്ച് പയ്യെ രാവിലെ റിഫ്രഷായി നേരെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്നെ അണ്ണൻ ഫസ്റ്റ് കൊണ്ടുപോയത് നമ്മൾ ആനന്ദം ഫിലിമിലൊക്കെ കണ്ട ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് വിരൂപാക്ഷ ടെമ്പിൾ. അതായത് ഒരു ശിവക്ഷേത്രമാണ്. 7-ാം നൂറ്റാണ്ടിൽ, അതായത് 7th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു അമ്പലം. ഏകദേശം ഈ കാണുന്ന ഗോപുരം തന്നെ 50 അടി ഉയരമുള്ള ഒരു കെട്ടിടമാണ്. അപ്പോൾ ഇതിന് ചുറ്റും കണ്ട ഈ ഒരു ഗോപുരങ്ങളെല്ലാം പണ്ടത്തെ ട്രേഡിംഗ് ആണ്. അതായത് കോട്ടൺ, സ്പൈസസ്, ഡയമണ്ട്സ്, ജെംസ്, സ്വർണം, അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നൊരു വ്യാപാര മേഖലയാണ് ഈ അമ്പലത്തിന് ചുറ്റും നമ്മളെ കണ്ട കാര്യങ്ങളെല്ലാം. അപ്പം അങ്ങനെ ഞാൻ പയ്യെ വിരൂപാക്ഷ ടെമ്പിളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് കയറി. സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടറടിച്ചു പോയി. കാരണം ഇത്രയും വർഷം, അതായത് ഏകദേശം ഒരു 700 വർഷം 600 വർഷം പഴക്കമുള്ള ഈ ഒരു അമ്പലം ഇപ്പോഴും എങ്ങനെയാണ് ഇതിങ്ങനെ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും ഹംപിക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഒന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ കഥകളാണ് ശരിക്കും. ജാതി, മതം, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം നശിച്ചു പോയൊരു എംപയറാണ് ഇത് ശരിക്കും ഹംപി. അപ്പോൾ അങ്ങനെ ഞാൻ പയ്യെ നമ്മുടെ കുരങ്ങന്മാരെയൊക്കെ കണ്ടു. അവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. നമ്മുടെ ഫോണൊക്കെ വന്ന് തട്ടിപ്പിടിക്കാനും ഒക്കെ വരും, ബാഗിലൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് കണ്ട് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഈ ഒരു ഗോപുരങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് ഇവർ ഈ ചെയ്തെടുത്തേക്കുന്നതെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ ബിൽഡിങ്സ് എല്ലാം ഏറ്റവും മിനിമലിസ്റ്റിക് ആക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഇവർ ഒരു തൂണ് പോലും വിടാതെ അതിൽ തന്നെ ഒരു 100 കൊത്തുപണി ചെയ്തു വെച്ചിട്ടുണ്ട്. എത്രത്തോളം എഫേർട്ടായിരിക്കും അതിന് പിന്നിലുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം.
അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിക്കൊണ്ട് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു തൂണൊക്കെ തന്നെ കണ്ടില്ലേ, അതിന് ആ മേളിൽ നിന്ന് തൊട്ട് താഴെ വരെ ഈ ഒരൊറ്റ കല്ലിൽ അവർ ചെയ്തു വെച്ചേക്കുന്ന ഒരു മാജിക് എന്ന് തന്നെ പറയണം. എങ്ങനെ ആയിരിക്കുമല്ലോ ഒരു മെഷീൻസിൻ്റെ ഒന്നും സഹായമില്ലാതെ അന്നത്തെ കാലത്ത് ഇത് ചെയ്തേക്കണമെങ്കിൽ അവരുടെയൊക്കെ ഒരു സ്കില്ല് എന്തായിരിക്കും, അവരൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിലോ അല്ലേ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിനിമലിസ്റ്റിക്കലി ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുന്ന സമയത്ത് അവർ എത്രത്തോളം വർക്ക് ചെയ്തേക്കാണ് ഒരു തൂണിലും തുരുമ്പിലും ഒക്കെ. സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ, സമ്മതിക്കാതിരിക്കും. ചുമ്മാ ഇത് ശരിക്കും യുനെസ്കോയിലൊക്കെ ഇടം നേടിയതും. സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര വണ്ടറായിപ്പോയി. ഇതെങ്ങനെയാണ് ഇവരിതൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്, അത് ഇത്രയും വർഷം ഇതെങ്ങനെ നിൽക്കുന്നു, ഈ ഒരു ബേസ്മെൻറ്റ്, ഇതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ പയ്യെ അമ്പലത്തിനുള്ളിലേക്ക് കയറി. പക്ഷേ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ആഘോഷം നമുക്കങ്ങനെ കാണിക്കാൻ പാടില്ല, ഓരോരിടത്തും അത് സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അകത്ത് ദർശനമൊക്കെ കഴിഞ്ഞു, ശിവഭഗവാനെയൊക്കെ ഒന്ന് കണ്ടു. എന്നിട്ട് പുറത്തിറങ്ങി അവിടുത്തെ ഗോപുരങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കാമെന്ന് ഓർത്തു. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു അലൈൻമെൻറ്റ് തന്നെ ഉണ്ടല്ലേ, അതെങ്ങനെയാണ് ഈ കറക്റ്റ് അത്ര നമ്മളൊരു സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ തന്നെ എന്തോ ഭംഗിയാണല്ലേ. അപ്പം അങ്ങനെ ഞാനിവിടെ നിന്നപ്പോൾ പുറകിൽ നിന്നൊരു സൗണ്ട് കേട്ടു. ഇതുപോലെ നല്ലൊരു കൃഷ്ണൻ്റെ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ പയ്യെ പുറത്തൂടെ പുറവ് ഭാഗത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി നടന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു നാരോ ഒരു വഴി, രണ്ട് സൈഡിലും നല്ല പാറകൾ കൊണ്ടുള്ളൊരു മതിൽ. അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. എന്താണ് ഈ അമ്പലത്തിൻ്റെ ബാക്കിലെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതുപോലെ വലിയൊരു ആൽമരം, നല്ല അടിപൊളി ഒരു ആൽമരം, ഒരു ആൽത്തറയും നല്ല ഇപ്പോൾ വൈകിട്ടൊക്കെ സംസാരിച്ചിരിക്കാനും ഒക്കെ പറ്റിയൊരു കിടിലൊരു ആൽത്തറ. അപ്പോൾ അതിന് ബാക്കിലേക്ക് എന്തോ ഗോപുരമൊക്കെ ഉള്ള പോലെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ കൊള്ളാം, അതിരാവിലെ സമയമാണ്. ദൂരെ നിന്ന് ഏതോ അമ്പലത്തിൽ ഒരു കൃഷ്ണൻ്റെ മ്യൂസിക്കൊക്കെ വരുന്നുണ്ട്. ശരിക്കും അടിപൊളി ഒരു വൈബായിരുന്നു അത്. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. ഭയങ്കര ഒരു പീസ്ഫുൾ ഒരു സംഭവമായിരുന്നു എനിക്ക് കിട്ടിയ അവിടെ നിന്ന്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് ഒരു അമ്പലക്കുളം, നല്ല രീതിയിൽ വെള്ളമൊക്കെ ഫില്ലായി കിടക്കുന്നൊരു അമ്പലക്കുളം. ഈ വിരൂപാക്ഷ ടെമ്പിളിന് തന്നെ ബാക്കിൽ എന്തെങ്കിലും പൂജയും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നൊരു കുളമാണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇതിന് ഇവരിവിടെ പറയുന്നത് പുഷ്കരണി എന്നാണ്. എല്ലാ കുളത്തിനും ഇവർ വിളിക്കുന്ന പേര് പുഷ്കരണി, അതായത് കുളം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുറ്റും കണ്ടില്ലേ മറ്റേ വാഴത്തോപ്പൊക്കെ. ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനീ പോയ ടൈമെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഒരു സമ്മർ ടൈമിലാണല്ലോ ഞാൻ പോയത് തന്നെ. അവിടെ അങ്ങനെ വെള്ളത്തിനൊന്നും അങ്ങനെ ഒരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വേറൊരു ഗോപുരത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വിരൂപാക്ഷ ടെമ്പിളിലെ ഏറ്റവും വലിയൊരു കുളം ഉണ്ടായിരുന്നു ഞാൻ കാണുന്നത്. ഇവിടുന്ന് നല്ല രസമാണ്. നമുക്ക് ദൂരത്തു നിന്ന് ഈ രണ്ട് ഗോപുരങ്ങളൊക്കെ കണ്ട് കുറേ നമ്മുടെ പറവകളൊക്കെ ഇങ്ങനെ പറന്നു പോകും കണ്ട് ഇങ്ങനെ കുറേ ഭക്തന്മാരും മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതും ഒക്കെ കേട്ട് നമുക്ക് അവിടെ ഇങ്ങനെ നിൽക്കാം. ആ ഒരു സുപ്രഭാതം, ആ ഒരു മോർണിംഗ് എന്ത് രസമായിരുന്നു അറിയാം. ദൂരെ വലിയ പാറക്കെട്ടുള്ള മലകളും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു വ്യൂ ഒരു പ്രത്യേക ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. കാരണം ആ ഒരു സ്ട്രക്ചേഴ്സ് നിൽക്കുന്നൊരു രീതി, ആ ഒരു കുളം ഒക്കെ വരുമ്പോഴത്തേനും സോ ബ്യൂട്ടിഫുൾ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ പോയി തന്നെ ആ ഒരു അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ഒരു ഗോപുരം, അതായത് 49-50 ഫീറ്റ് അടി നീളമുള്ള ഈ ഒരു ഗോപുരമൊക്കെ ഇവരെത്ര നേരം കൊണ്ട് എത്ര കാലം എടുത്ത് കാണും ചിലപ്പോൾ പണിഞ്ഞെടുക്കാനല്ലേ. ഒരു കല്ലിൽ തന്നെ ഇങ്ങനെ അതെങ്ങനെ ആയിരിക്കും അവർ ചെയ്തത്. അതൊക്കെ കാണാനൊരു ഭാഗ്യം കിട്ടിയവർക്ക് അല്ലേ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ശശി വെക്കലു ഗണേശ എന്ന് പറഞ്ഞൊരു വലിയൊരു ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹം, കല്ലിൽ കൊത്തിയെടുത്ത് മസ്റ്റേർഡ് സീഡിനെ പോലെ ഇരിക്കുന്നതാണ് അവിടെ ഉള്ളവരെല്ലാം പറയുന്നത്. മസ്റ്റേർഡ് സീഡ് ഗണപതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗണപതിയുടെ വയറിന് ചുറ്റും ഒരു പാമ്പ് ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ളൊരു അത് പണ്ടത്തെ ഹിന്ദു മിത്തോളജിക്കൽ സ്റ്റോറീസിൽ വരുന്ന എന്തോ ഇതൊക്കെയാണ്, കഥകളൊക്കെയാണ് ഓട്ടോ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. അതിൻ്റെ ബേസ് ചെയ്തിലാണ് അങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു
സ്ഥലവും അടിപൊളിയാണ്. അത്യാവശ്യം വലിയൊരു പാറയുടെ മേളിലാണ് ഈ ഒരു അമ്പലമല്ല, ഒരു സ്റ്റാച്ചു നിൽക്കുന്നത്. അതൊരു ഒറ്റക്കല്ലിലാണ് ഈ ഒരു പ്രതിമ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒറ്റക്കല്ലിൽ കുത്തിയെടുത്തേക്കുന്നതാണ്. ഇവിടെ ഫുള്ള് മറ്റേ ഒറ്റക്കല്ലിൻ്റെ പരിപാടികളാണ്. ഒറ്റക്കല്ലിലൊക്കെ അവർ വെറുതെ മജീഷ്യന്മാരായിരുന്നു എന്ന് തോന്നുന്നു. എങ്ങനെ ഇതൊക്കെ ചെയ്തെടുത്താവോ? അവർക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ വണ്ടേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നേനെ. ഇതൊക്കെ ശരിക്കും വണ്ടേഴ്സ് തന്നെയാണ്. കാരണം വേറെ എവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ. ആ ഒരു പില്ലേഴ്സൊക്കെ തന്നെ ഉണ്ടല്ലേ, ഫുള്ള് പാറക്കല്ലിൽ ഇങ്ങനെ നിർത്തിയേക്കുവാണ്. വർഷം 500 വർഷം 600 വർഷം വെറുതെ പുട്ടുപോലെ നിൽക്കുന്നത്. ശരിക്കും വണ്ടർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തി. അതായിരുന്നു ഈ ഒരു കൃഷ്ണ ബസാർ. അതായത് കൃഷ്ണ ടെമ്പിളിന് നേരെ ഓപ്പോസിറ്റുള്ളതാണ് ഈ ഒരു കൃഷ്ണ ബസാർ. പണ്ടത്തെ കൃഷ്ണദേവരായ അദ്ദേഹം വലിയൊരു യുദ്ധം കഴിഞ്ഞ് ജയിച്ചപ്പോഴാണ് ഈ ഒരു കൃഷ്ണ ടെമ്പിൾ ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹം തന്നെ അമ്പലത്തിന് ഓപ്പോസിറ്റ് ഈ ട്രേഡേഴ്സിന്, കച്ചവടക്കാർക്കൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു കൃഷ്ണ ബസാറാണിത്. അപ്പോൾ അതിനോട് ചേർന്നുള്ളൊരു പുഷ്കരണിയാണ് നമ്മൾ ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഹംപിയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പുഷ്കരണി അമ്പലക്കുളം ഇത് തന്നെയായിരുന്നു. ഇവിടെ വെള്ളമൊന്നുമില്ല. ഇവിടെ എനിക്കൊന്ന് നല്ല മഴയൊക്കെ പെയ്താലേ വെള്ളം അങ്ങനെ കെട്ടി അവർ നിർത്തുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല. നമുക്ക് വേണേൽ ഇറങ്ങുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇറങ്ങിയില്ല. താഴേക്ക് ചുറ്റും ഇങ്ങനെ നടന്ന് കണ്ടു. അപ്പോൾ ഇത് കാണാൻ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു പഴയ ഏതൊക്കെയോ സിനിമകളിലൊക്കെ ഈ ഒരു അമ്പലവും ഈ ഒരു കുളമൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ദിലീപിൻ്റെ ഒക്കെ ഏതോ സിനിമയിൽ കണ്ടിട്ടുള്ള പോലെ ഒരു ഓർമ്മ എനിക്ക് തോന്നുന്നു. ആ ഒരു സ്ഥലം അടിപൊളിയാണ്. നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കും. ഫോട്ടോ എടുത്ത് നമുക്ക് മടുപ്പ് വരുത്തില്ല. കാരണം എവിടോട്ട് നോക്കിയാലും കിടിലം ഫ്രെയിംസാണ്. അപ്പം ആലോചിച്ചോണം, ഈ അമ്പലവും ഈ കാര്യങ്ങളെല്ലാം 600 വർഷം പഴക്കം ഏറിയതാണ്. അപ്പം ആ ഒരു ബസാറിൻ്റെ ഗോപുരങ്ങളിൽ തന്നെ ഇടയ്ക്ക് മണ്ഡപങ്ങളൊക്കെ കാണാം. എനിക്കൊന്ന് ചിലപ്പോൾ എന്തെങ്കിലും കല്യാണവും ഫങ്ഷൻസും ഒക്കെ ഈ മണ്ഡപത്തിൽ നടത്തിയിട്ടുണ്ടാവണം അവർ. അപ്പം അങ്ങനെ അതിൻ്റെ ഓരോ സൈഡിൽ നിന്ന് ഞാൻ ഓരോ ആംഗിളിൽ നിന്നും ഇങ്ങനെ കണ്ട് അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു. ഓരോ ആംഗിളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും, എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഫോട്ടോസ് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ. ശരിക്കും ഇവിടെ പോകേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ഏർലി മോർണിംഗിലാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 10-11 മണിക്ക് ശേഷം അവിടെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ വേറെ സ്ഥലത്തെത്തി. പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് അവർ പറയുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒക്ടോബർ കഴിഞ്ഞിട്ട് ചെല്ലണം, വിൻ്റർ ടൈമിൽ ചെല്ലാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗോപുരങ്ങളുടെയൊക്കെ തന്നെ ഒരു സിമെട്രി തന്നെ ഉണ്ടല്ലേ കല്ലിൽ പണിഞ്ഞേക്കത്തെ. അവർ മേ ബി അവർക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് കിടലും സ്ട്രക്ചേഴ്സൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നേനെ അല്ലേ. ശരിക്കും നമ്മളെ വണ്ടർ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇസ്രേലിയൻസ് എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരാണ് അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. അവിടെ പണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഹിപ്പി വാലി ഹിപ്പി ഐലൻഡ് ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. അതൊക്കെ ഡിമോളിഷ് ചെയ്ത് പോയി. നമ്മൾ ആ ഒരു ഫിലിമിൽ കാണുന്ന ഹിപ്പി ഐലൻഡും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. തുംഗഭദ്ര റിവറിൻ്റെ അപ്പുറത്ത് അതൊക്കെ മാറി ഇപ്പം നോർത്ത് സൈഡിൽ കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അവിടെയും ആണെങ്കിൽ ഈ പറഞ്ഞ വിൻ്ററിലൊക്കെ ചെന്നാൽ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലൈവ് മ്യൂസിക് ജാമിങ്ങും പരിപാടിയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ മണ്ഡപത്തിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അവിടെ നിന്ന് കുറേ ഷോട്ട് എടുത്തു. സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോൺ ചാർജ് തീരുന്നവരവിടെ നിന്ന് പോകും. കാരണം അത്രയും രസമാണ്. കാരണം നമ്മളിങ്ങനൊരു കാഴ്ച കണ്ട് ഇത്ര നാൾ നമ്മൾ മലയും കുന്നും ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് അമ്പലങ്ങൾ, ഇങ്ങനെ കുറേ വർഷങ്ങൾക്ക് പഴക്കമുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേനും അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മൾ കൃഷ്ണ ബസാറിൽ നിന്ന് ഇറങ്ങി അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ആ പറഞ്ഞ ഒരു കൃഷ്ണ ടെമ്പിൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ഡൽഹി എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു. വിജയനഗരയുടെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു നമ്മുടെ ഹംപി എംപയർ. അപ്പോൾ ഇത് ശരിക്കും ഉണ്ടായത് ഹരിഹര വൺ അല്ലെങ്കിൽ ഹക്ക അല്ലെങ്കിൽ ബുക്കാരയ വൺ എന്നീ 2 കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു. അവരെന്ന് പറഞ്ഞാൽ കമ്പിളി എന്ന് പറഞ്ഞൊരു കിങ്ഡത്തിൽ നിന്ന് ഇവിടെ വന്ന് ഈ ഒരു കിങ്ഡം ഫൗണ്ട് ചെയ്തത് ഈ 2 പേരാണ്. അതിനുശേഷം വന്നവരാണ് നമുക്കറിയാവുന്ന ദേവരായ 2 കൃഷ്ണദേവരായ, അങ്ങനെ അതിനുശേഷം വന്നവരും ഒക്കെ. പിന്നെ ഹിന്ദു മിത്തോളജിയുടെ ഒരു ബേസിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ വിശ്വാസങ്ങൾ എന്തെന്ന് വെച്ചാൽ ഹനുമാൻ ജനിച്ചത്
ഹംപിയിലാണ്, അതായത് നോർത്ത് സൈഡിൽ. അത് ഞാൻ അടുത്ത പാർട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഹനുമാനെ രാമൻ ആദ്യമായിട്ട് കാണുന്നത് ഹംപിയിൽ വെച്ചാണ്. പിന്നെ ബാലി, സുഗ്രീവൻ, അങ്ങനെ പറഞ്ഞ് കുറേ കഥകൾ ഹംപിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോകുമ്പോൾ ആ സ്ഥലങ്ങളെല്ലാം പോയി കാണണം. ഞാനൊരു മതത്തെയും ഒരു റിലീജിയനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷേ എനിക്ക് ഈ എല്ലാ സ്ഥലങ്ങളും, ഇപ്പോൾ എന്ത് മതത്തിൻ്റെ സ്ഥലങ്ങളാണെങ്കിലും പോയി ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ട് ഇതിനെപ്പറ്റി അറിയണം എന്നൊക്കെ ഒരു കൗതുകം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹംപിയിലെ മറ്റു വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ പതുക്കെ ഈ അമ്പലത്തിനകത്ത് കയറി. അപ്പോൾ ആ ഒരു വിഗ്രഹമൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഉള്ളിലെ ഈ ഒരു തൂണുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, കിടിലമായിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അത് ഇത്ര കൊല്ലം നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ കല്ലിൻ്റെയൊക്കെ ആ ഒരു പ്രത്യേകത തന്നെ എന്തായിരിക്കും, എന്ത് കല്ലായിരിക്കും, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടായിരിക്കും അവരിതൊക്കെ കൊത്തിപ്പണിഞ്ഞത് എന്നൊക്കെ അതൊക്കെ ഭയങ്കര ആശ്ചര്യം തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫോറിനേഴ്സിൻ്റെ ഒരു വലിയ ഒരു ഒരു കൂട്ടം ആൾക്കാർ വരുന്നത് തന്നെ. കാരണം ഈ എൻ്റെ ആ ഒരു ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ വിൻ്റർ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫുൾ ഫോറിനേഴ്സ് മാത്രമാണ്. അവരുടെ ലൈവ് മ്യൂസിക് ജാമിങ്, അവരുടെ ഫോട്ടോ സെഷൻസ്, അവരുടെ കഥ പറച്ചിൽ, അവർക്കൊക്കെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനുള്ള ഭയങ്കര കൗതുകമാണ്. ഇതെങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലുള്ള എത്ര പേര് പോയിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടുത്തെ കഥകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വന്നു. അപ്പോൾ ഒന്നും നമ്മൾ അറിയണ്ട, എല്ലായിടത്തും നമ്മുടെ ആ ഒരു ഓട്ടോ ചേട്ടന്മാർ നമ്മളെ കറക്റ്റായിട്ട് കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ സ്വന്തം വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിടാപ്പാട് വിടും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു നരസിംഹ രൂപത്തിൻ്റെ ഒരു വലിയൊരു ഒറ്റക്കല്ലിൽ പണിഞ്ഞ ഒരു വലിയൊരു സ്റ്റാച്ചു ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനുള്ളത് ഈ ഒരു വലിയൊരു നരസിംഹത്തിൻ്റെ ഒരു രൂപവും സ്റ്റാച്ചുവും, പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വലിയൊരു ശിവലിംഗമുണ്ട്, വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ ശിവലിംഗം. ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തന്നെ വെച്ചേക്കുന്നുണ്ടല്ലോ, എന്ത് കിടിലമായിട്ടാണ് അവർ കൊത്തിപ്പണിഞ്ഞ് വെച്ചേക്കുന്നത്. ഈ ചേച്ചിമാരൊക്കെ ഞാൻ പോകുന്നിടത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവരെ ഷൂട്ട് ചെയ്തത് തന്നെ. അവരെന്നെ കൊണ്ട് കുറേ ഫോട്ടോ എടുപ്പിച്ചു, അവരുടെ ഫാമിലി ഫോട്ടോ, സിംഗിൾ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു നരസിംഹ രൂപത്തിന് തൊട്ടപ്പുറത്തുള്ളതാണ് ഈ ഒരു വലിയൊരു ശിവലിംഗം. അത് അത്യാവശ്യം വലിയൊരു ശിവലിംഗം തന്നെയാണ്. കാരണം ഒരു ഒറ്റക്കല്ലിൽ പണിഞ്ഞ് കുത്തിയെടുത്തേക്കുന്നതാണ്. അന്നത്തെ കാലത്ത് ഈ ലെയ്ത്തും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവരിത് എങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തെടുത്തു എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരുപാട് വിശ്വാസികൾ വന്ന് പൂ ഇടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലാണ് ഈ ഒരു ശിവലിംഗം ഇങ്ങനെ നിൽക്കുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇതൊക്കെ ഞാൻ ആ കേജിനുള്ളിലേക്ക് ക്യാമറ എടുത്ത് വെച്ചിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഫോണൊന്നും വെള്ളത്തിൽ പോവാതെ എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്തു. ഇത് അവിടുത്തെ വൺ ഓഫ് ദ ഒരു വണ്ടർ അടിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്, ഒരു അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. അപ്പോൾ ആ ഒരു ആനന്ദം സിനിമയിൽ അവർ പറയുന്നുണ്ട്, ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. പാപം ചെയ്യുന്നവർ ചെല്ലുന്ന സ്ഥലം, അതായത് പാപി ചെല്ലുന്നിടം പാതാളം, അതായത് പാപം ചെയ്താൽ മോക്ഷം കിട്ടാൻ ചെല്ലുന്ന സ്ഥലം അമ്പലം, അണ്ടർഗ്രൗണ്ട് അമ്പലം. അപ്പം അങ്ങനെ ഒരു ക്ലൂ ഒക്കെ അതിൽ കൊടുക്കണം. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയിൽ വന്നൊരു കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങനെ ആ ഒരു അമ്പലം തേടിയായിരുന്നു പിന്നെ അടുത്ത ഒരു യാത്ര. അപ്പം ഈ കാണുന്നതാണ് ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ എന്ന് പറയുന്നത്. വലിയ കുറച്ച് മരങ്ങളും തണലും നല്ല ബ്യൂട്ടിഫുള്ളി ചെയ്ത് വെച്ചേക്കുന്ന ഗാർഡനും ഒക്കെ ആയിട്ടുള്ളൊരു അമ്പലം. അണ്ടർഗ്രൗണ്ടിൽ നിർമ്മിച്ചേക്കുന്നൊരു അമ്പലം ഇതാണെന്ന് തോന്നുന്നു അവിടുത്തെ മെയിനായിട്ടുള്ള. അപ്പോൾ അത് തന്നെ അവിടുത്തെ അന്നത്തെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നവരുടെയും ആ ഒരു ലേബേഴ്സിൻ്റെ ഒക്കെ ഒരു കഴിവ് തെളിയിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഇതൊക്കെ. ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു വാതിലിൻ്റെ തന്നെ ഒരു കോട്ട വാതിലിൻ്റെ സ്ഥലം തന്നെ കണ്ടില്ലേ, എന്ത് ഭീമാകാരമായിട്ടാണ് ഇവർ പണിഞ്ഞു വെച്ചേക്കുന്നത് തന്നെ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത ഒരു അണ്ടർഗ്രൗണ്ടിലുള്ളൊരു അമ്പലമാണ്, അതുപോലെ ഒരു ശിവക്ഷേത്രമാണ്. താഴേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ ഇത് മോസ്റ്റ്ലി ഇതൊരു വെള്ളത്തിലാണ് എപ്പോഴും ഈ അമ്പലത്തിൻ്റെ ഉൾവശമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ അങ്ങനെ വെള്ളം ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വവ്വാലുണ്ട്. അപ്പോൾ വവ്വാൽ നമ്മൾ ഉള്ളിലേക്ക് പയ്യെ ചെല്ലുന്നതനുസരിച്ച് പറന്ന് നമ്മുടെ കീഴ്ക്കൂടൊക്കെ പോകും.
അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നപ്പോൾ കുറഞ്ഞ് പേടിച്ചു. കാരണം ആദ്യം 1-2 വവ്വാലൊക്കെ, പിന്നെ ഒരു 5-6 നമുക്ക് നേരെ ജെറ്റിട്ട് വരും. അപ്പോൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഒന്നും ചെയ്യത്തില്ല. പക്ഷെ നല്ല സ്മെല്ലൊക്കെയാണ് അവിടെ. ഈ വവ്വാലിൻ്റെ ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ അവിടെ എപ്പോഴും ഉണ്ടാവും. ഈ ഒരു ഏരിയയൊക്കെ ശരിക്കും എപ്പോഴും വെള്ളത്തിൽ മാത്രം കാണുന്നില്ല. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വെള്ളമൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായിട്ടുള്ളൊരു കാര്യമാണ് നന്ദിയെ, ഒരു ഫ്രണ്ടിൽ നന്ദി ഉണ്ടാവും. അപ്പോൾ ആ നന്ദിയൊക്കെ സ്ട്രക്ചറൊക്കെ തന്നെയാണെങ്കിലും അത്യാവശ്യം കേടുപാട് വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഓട്ടോ ചേട്ടനോട് ഇതിൻ്റെ ഒരു ഐതിഹ്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ബഹുമണി സുൽത്താനുമായിട്ടുള്ളൊരു യുദ്ധത്തിലാണ് ഇതൊക്കെ നശിച്ചു പോയതെന്നാണ്. പക്ഷെ ഒന്നുമല്ല, അവർക്കിതിനെപ്പറ്റി കുറേയൊക്കെ അവർക്ക് പറയുന്ന കാര്യങ്ങളിലൊന്നും അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഗൂഗിളിലും പുസ്തകങ്ങളിലൊക്കെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. എല്ലാ കഥയും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി കയറ്റണ്ട. ഞാൻ അന്നേരം അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങനെയാണ് വിശ്വസിച്ചത്. പക്ഷെ ശരിക്കും ബഹുമണി സുൽത്താനെയൊക്കെ കൃഷ്ണദേവരായ തോപ്പിക്കുകയാണ് ചെയ്തത്. അതൊരു ആ പുള്ളിയുടെ കാലത്തെന്ന് പറഞ്ഞാൽ അതൊരു ഗോൾഡൻ എറയായിരുന്നു. വിജയനഗര സാമ്രാജ്യം ശരിക്കും അതിൻ്റെ ഒരു പ്രൈം ടൈം എന്ന് പറയുന്നത് കൃഷ്ണദേവരായ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് 20 വർഷക്കാലത്തെ ഒരു ഭരണമായിരുന്നു. ഇപ്പോൾ വലിയ വലിയ ലീഡേഴ്സ് ഭരിക്കുമ്പോഴാണല്ലോ പല സ്ഥലത്തിനും അതിൻ്റേതായ ഒരു പവർഫുൾ പരിപാടികൾ വരുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രൈം ടൈം, ഒരു ഗോൾഡൻ എറ എന്ന് പറയുന്ന ഒരു ടൈമായിരുന്നു കൃഷ്ണദേവരായ എന്ന് പറഞ്ഞ ആ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു രാജാവ് ഭരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊരു ബേസ്മെൻറ്റ് കാണാം. അപ്പം ഞാൻ ചോദിച്ചു ഈ ബേസ്മെൻറ്റ് എന്ന് ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞത് ഇതുപോലെ അതൊരു വലിയൊരു ചന്ദനത്തിൽ പണിഞ്ഞിരുന്ന വലിയൊരു പാലസ് ആയിരുന്നു. അതൊക്കെ കത്തിച്ച് കളഞ്ഞാണ് അവസാനത്തെ യുദ്ധത്തിൽ, ഈ ഒരു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവസാന യുദ്ധകാലം, അതായത് ഇത് നശിച്ചു പോയ ഒരു റൂയിൻഡായ ഒരു സമയത്തെ ആ ഒരു ബേസ്മെൻറ്റാണ് ഈ കാണുന്നത്. ഇവിടെ വലിയൊരു ചന്ദന തടികളിൽ നിർമ്മിച്ച വലിയൊരു പാലസ് ആയിരുന്നു. അതെല്ലാം അതേ നിൽപ്പിൽ നിർത്തി കത്തിച്ച് കളഞ്ഞു അന്നത്തെ സുൽത്താൻമാർ. ഡെക്കാൻ സുൽത്താൻമാരായിരുന്നു. ഏകദേശം 4-5 റീജൻസി എന്ന് പറഞ്ഞാൽ ഡെക്കാൻ സുൽത്താൻമാരോട്ടുള്ള യുദ്ധത്തിലായിരുന്നു അതെല്ലാം നശിച്ച് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇവിടെ നമുക്കൊരു 3 കാര്യങ്ങൾ കാണാനുണ്ട്. ഇവിടെ ലോട്ടസ് മഹാളുണ്ട്, എലിഫൻറ്റ് സ്റ്റേബിളുണ്ട്, റെങ്ക ടെമ്പിളുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വാച്ച് ടവറും ഉണ്ട്, ക്യൂൻസ് പാലസിൻ്റെ ബേസ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മ്യൂസിയവും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ യൂഷ്വലി എല്ലായിടത്തും കയറി ചെല്ലുന്ന പോലെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ പറഞ്ഞു ഇവിടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ പയ്യെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. നേരെ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് ടിക്കറ്റ് ഉള്ളത്. അപ്പോൾ ടിക്കറ്റ് ഒരാൾക്ക് 40 രൂപയാണ്. ഈ ഒരു ടിക്കറ്റാണ് വരുന്നത്. അവിടെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓൺലൈനായിട്ടും എടുക്കാൻ ടിക്കറ്റ് അവിടെ ചെന്നിട്ട്. അവിടുത്തെ ഒരു എൻട്രി ഇതായിരുന്നു. അങ്ങനെ ഞാൻ പയ്യെ ആ ഒരു ഏരിയയിലേക്ക് കടന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പക്ക ഒരു കിടിലൻ ഒരു പാർക്കിലൊക്കെ ചെന്നൊരു ഫീലാണ്. പാർക്കിലൊക്കെ നമ്മൾ പോകുന്ന പോലെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. എന്നാൽ പക്ക ഒരു ഗാർഡൻ ഒക്കെ ആ ഒരു വൈബാണ് ആ ഒരു സ്ഥലത്ത് കയറുമ്പോഴത്തേനും. നമുക്ക് ഇതുപോലെ നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കുറേ നേരം നടക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം നടന്നൊക്കെ. ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു വാച്ച് ടവറാണ്. ഇതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം, നമ്മളതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിവിടെ കാണാനുള്ളത് ഈ ഒരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മ്യൂസിയമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിജയനഗർ എംപയറിലുണ്ടായിരുന്ന കാര്യങ്ങൾ, പണ്ട് നശിച്ചു പോയതിൻ്റെ അവശിഷ്ടങ്ങൾ, കാര്യങ്ങളൊക്കെ ഇതുപോലെ ഫുൾ ഡീറ്റെയിൽസ് പ്രകാരം അവരിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ കല്ലിൽ കൊത്തി ഇരുന്ന ഹനുമാൻ്റെ രൂപം. അങ്ങനെ വളരെ ഡീറ്റെയിൽഡായിട്ടാണ് അവർ ഈ ഒരു മ്യൂസിയത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. കാരണം ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ കാലഘട്ടത്തിലാണ് നമ്മൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതൊക്കെ പോയി ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അന്ന് അവർ യൂസ് ചെയ്തിരുന്ന ചെറിയ പോട്ടുകൾ, അവർ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ രാജ്ഞിമാരെ, തോഴിമാരൊക്കെ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങൾ, അതായത് ഈ പ്രതിമകൾ എല്ലാം നമുക്ക് കാണാം. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സ്കിൽഡായിരുന്നു അന്നത്തെ കാലത്ത്. അത് 600 വർഷം മുമ്പുള്ള ആൾക്കാർ ഒരു കഴിവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. അവരെങ്ങനെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നു, എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നുള്ളത്. ഇതൊക്കെ ഈ കല്ലിലൊക്കെ ഈ പണിഞ്ഞേക്കുന്നതൊക്കെ അവർ ചിലപ്പോൾ എത്ര ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെ പേര് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പഠിക്കാൻ പറ്റും.
അപ്പോൾ ഇതാണ് ഈ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. ഞാൻ ചെല്ലുമ്പോൾ ഇടയ്ക്ക് കറണ്ട് വന്നും പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഡീറ്റെയിൽഡായിട്ട് ഇതുപോലെ ആർക്കിയോളജിക്കൽ സർവേയുടെ കാര്യം, ഇന്ത്യൻ ഒരു മ്യൂസിയം നിർമ്മിച്ചതിൻ്റെ എന്തുകൊണ്ടാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, അതിനെയൊക്കെ പറ്റി അവിടെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഉണ്ട്. നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെയൊക്കെ പോവുക. അപ്പോൾ ഇതൊരു ലേത്ത് ടേൺഡ് ഒരു പില്ലറാണ്. അന്നത്തെ കാലത്തെ ലേത്ത്, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തെ ലേത്ത് നമുക്കറിയാമല്ലോ. അപ്പോൾ അന്നത്തെ ടൈപ്പിലൊരു ലേത്തിൽ പണിഞ്ഞെടുത്തതാണ് ഈ ഒരു പില്ലർ, ഒരു അയൺ പില്ലർ. അതെന്ത് രസമായിട്ടാണ് അവർ കറക്റ്റ് ആ ഒരു കർവൊക്കെ കട്ട് ചെയ്തെടുത്തേക്കുന്നല്ലേ, ഷാർപ്പായിട്ട്. അപ്പോൾ പിന്നെ ഈ കാണുന്ന അന്നത്തെ കാലത്തെ ഏതോ ഒരു കിടലം ആർട്ടിസ്റ്റ് വരച്ചാണ്, ഏതോ ഒരു വലിയ ഫങ്ഷൻ നടക്കുമ്പോഴെന്തോ അതിൻ്റെ ആ ഒരു അയാളുടെ ഒരു ഭാവനയിലുള്ളൊരു വരയായിരുന്നു അത്. അപ്പോൾ അങ്ങനത്തെ ഒരു രണ്ട് പടങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വലിയ ഫ്രെയിമിൽ വെച്ചിട്ടുണ്ട്. അത് ഏത് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ അന്നത്തെ ആ ഒരു കലാകാരൻ്റെ ഭാവനയിൽ പുള്ളി വരച്ചെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ പയ്യെ ഇറങ്ങി. പിന്നെ അടുത്ത ലക്ഷ്യം ആ ഒരു വാച്ച് ടവർ ആയിരുന്നു. ആ വാച്ച് ടവറിലേക്ക് നടക്കുന്ന നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് പോകാൻ പറ്റും. ഈ ഒരു ലോണിലൊക്കെ കൂടെ നമുക്ക് നടന്ന് പോയി കാണാം. അപ്പോൾ ഇങ്ങനെ അവിടെ പയ്യെ നടക്കുമ്പോൾ ഈ ഒരു വലിയ വാച്ച് ടവർ, അതിനടുത്ത് ഇത് ഏത് മരമാണെന്നോ ഏത് പൂവാണെന്നോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് അത് കാണാൻ. അറിയുന്നവർ ഇത് കമൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ പല വീഡിയോയിലും എനിക്കറിയാത്ത പല കാര്യങ്ങളും ഇതുപോലെ വന്ന് കുറേ ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും. അപ്പോൾ ഈ പൂവിനെ പറ്റി, ഈ ഒരു മരത്തിനെ പറ്റി അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ്, ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇത്. അപ്പം അങ്ങനെ വാച്ച് ടവർ. ഈ വാച്ച് ടവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഇപ്പോൾ ഈ ഒരു ഗാർഡൻ, ഈ ഒരു പാർക്ക് ഏരിയ എന്ന് പറയുന്നത് പണ്ട് ഈ ക്യൂൻസ് പാലസും കാര്യങ്ങളൊക്കെ നിന്നിരുന്നതാണ്. അപ്പോൾ ദൂരെ നിന്ന് പണ്ട് യുദ്ധത്തിനാരെങ്കിലും വരുന്നുണ്ടോ, കള്ളന്മാർ വരുന്നുണ്ടോ എന്നൊക്കെ അവിടുത്തെ ഭടന്മാർ, സോൾജിയേഴ്സൊക്കെ നിന്ന് എപ്പോഴും സർവൈലൻസ് ചെയ്യുന്ന ഒരു ടവറാണ് ശരിക്കും ഈ ഒരു വാച്ച് ടവർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിലേക്ക് കയറാനുള്ള കവാടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ അടുത്ത് പോയി നിന്ന് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ പയ്യെ ആ ഒരു ഗേറ്റ് എന്താണ്, അതിനുള്ളിൽ എന്താണെന്നൊക്കെ അറിയാനുള്ളൊരു കൗതുകത്തിൽ നേരെ ചെന്നപ്പോൾ ആ വാച്ച് ടവറിന് മുകളിലേക്ക് കയറി ചെല്ലാൻ ഉള്ളൊരു സ്റ്റെയർ കേസാണ് ആദ്യം കണ്ടത്. പിന്നെ അതിന് താഴേക്ക് നോക്കുമ്പോഴേക്കും നമുക്കൊരു അണ്ടർഗ്രൗണ്ടിലേക്കുള്ളൊരു പാസേജും കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു അതിന് അണ്ടർഗ്രൗണ്ടിലേക്കും എന്തെങ്കിലുമൊക്കെ വഴിയും കാര്യങ്ങളൊക്കെ കാണണം. അന്നത്തെ അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒക്കെ ആൾക്കാരുടെ ബ്രെയിനാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. എന്തൊക്കെ പരിപാടികളാണ് രക്ഷപ്പെടാനൊക്കെ അവർ ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡോറും നമുക്ക് അകത്തേക്ക് കയറാനൊന്നും നമുക്ക് അനുവാദമില്ല, ഒക്കെ ദൂരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത ആ ഒരു കറക്റ്റ് ആ ഒരു പാർക്കിന് ഒത്ത നടുക്കാണ് ഈ ഒരു ക്യൂൻസ് പാലസിൻ്റെ ബേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു രാജകുമാരുടെ അല്ലെങ്കിൽ രാജ്ഞിയുടെ ഒരു വലിയൊരു പാലസിൻ്റെ ബേസ്മെൻറ്റാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇതൊരു തടിയിലൊക്കെ നിർമ്മിച്ചതാവാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കത്തി നശിച്ചതോ ഒക്കെ ആവാം. കാരണം അവസാനം യുദ്ധം ചെയ്തവർ ഈ ഒരു എൻറ്റയർ ഹംപി എന്ന് പറഞ്ഞ ഈ ഒരു എംപയറിനെ മൊത്തം 6 മാസം കത്തിച്ചു എന്നാണ് പറയുന്നത്. ഫുള്ള് തീയിട്ട് കത്തിച്ചു. എന്നിട്ട് അതിനുശേഷം ഇവിടെ ഉള്ളവരെല്ലാവരും ഈ നാട് വിടുകയായിരുന്നു ചെയ്തത്. മതത്തിനും ഇതിനും വേണ്ടിയുള്ളൊരു അടിയും കാര്യങ്ങളായിരുന്നു അന്ന് നടന്നത് മൊത്തം. ഒരു പക്ഷെ അതൊന്നും നടന്നില്ലായിരുന്നെങ്കിൽ വലിയ രീതിയിലൊക്കെ എത്തേണ്ടതായിരുന്നായിരിക്കണം ഈ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം. കാരണം വേൾഡിലെ തന്നെ റിച്ചസ്റ്റ് സിറ്റീസിൽ ഒന്നായിരുന്നു ഹംപി അല്ലെങ്കിൽ വിജയനഗര എംപയർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ ദൂരത്തുനിന്ന് ആ വാച്ച് ടവറും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പാറക്കെട്ടുകളുള്ളൊരു മലകളൊക്കെ ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. അപ്പോൾ അടുത്ത ഈ ഒരു സ്ഥലമാണ് ലോട്ടസ് മഹൽ. അതായത് ഒരു ഹിന്ദു ഇസ്ലാമിക് ടച്ചിൽ വരുന്നൊരു സ്ട്രക്ചറൽ ബിൽഡിംഗ് ആണ്, ഡോംസ് ഒക്കെ കൊണ്ട് പണിഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നോളജാണ് എനിക്ക് അപ്പോൾ പല ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നാണെങ്കിലും ഇത് നമ്മുടെ ഗൂഗിളിൽ നിന്നൊക്കെ ആണെങ്കിലും കിട്ടിയത്. ഒരു ഇസ്ലാമിക് ഹിന്ദു ടച്ചിൽ പണിഞ്ഞേക്കുന്ന ഒരു മഹൽ. അതായത് ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മുടെ രാജ്ഞിമാരും രാജാക്കന്മാരും ഒക്കെ വന്ന് സംസാരിക്കാനും തോഴിമാരൊക്കെ ആയിട്ട് വന്നിരുന്നൊക്കെ ഒരു സ്ഥലമാണ്. ഇതൊരു 2 സ്റ്റോറേജ് ബിൽഡിംഗ് ആണ്. നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ അനുവാദമില്ല, പക്ഷെ നമുക്കിങ്ങനെ ദൂരത്തു നിന്ന് ഇങ്ങനെ കാണാം. അവിടെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ. പക്ക അതിൻ്റെ ഒരു 2 തൂണുകൾക്കിടയിലുള്ള ഡിസൈൻസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കറക്റ്റ് പ്രിസിഷനിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. നമ്മൾ ആലോചിക്കും ഇതൊക്കെ അവരെങ്ങനെ
കണ്ടില്ല, നമ്മൾ ദൂരത്ത് പല ആംഗിളിൽ നോക്കുമ്പോഴും പല രീതിയിലൊക്കെ നമുക്കിങ്ങനെ ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര രസമാണ് അതൊക്കെ കാണാൻ. അപ്പോൾ ഇതെല്ലാവരും നേരിട്ടൊക്കെ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കാസർഗോഡ് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു ഇത് കാണാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, എന്നാൽ ഒരു ട്രയാങ്കിൾ നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ഭയങ്കര കർവായിട്ട് പണിഞ്ഞേക്കുന്നു. ഈ ബിൽഡിംഗ് ഇത്രയും വർഷമായിട്ടും 600 കൊല്ലമായിട്ടും ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ഒരു, എനിക്കറിയില്ല അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു, എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നൊന്നും എനിക്ക് അറിയില്ല. അവർക്കാണെങ്കിലും പറഞ്ഞു തരാൻ, അതൊന്നും പറഞ്ഞു തരാനൊന്നും അവിടെ ആരുമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു കർവ്സിലൊക്കെ ഉള്ള ഡിസൈൻസൊക്കെ ആണെങ്കിലും ഒക്കെ അവരെങ്ങനെയാണ് ഈ ചെയ്തെടുത്തേക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരുന്നു ഇതെൻ്റെ ഈ പോയതിൽ ഏറ്റവും ഫേവറേറ്റ് ഒരു പ്ലേസാണ് ഈ ഒരു എലിഫൻറ്റ് സ്റ്റേബിൾ. അതായത് അന്നത്തെ എംപയറിലെ ആനകളെ, അതായത് ഒരു 11 ആനകൾക്ക് നിരന്ന് നിൽക്കാനുള്ളൊരു സ്റ്റേബിൾ, അതായത് ആനക്കൂടെന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ പോയാൽ ആനക്കൂട്ടിൽ നമ്മൾ പോവുകയൊക്കെ ചെയ്യും. അതായത് ആനകളൊക്കെ ഇങ്ങനെ വളർത്തുന്ന സ്ഥലം. അങ്ങനെ ഒരു 11 കൊമ്പന്മാർ ഇവിടെ നിരന്ന് നിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനും ഇതുപോലൊരു ഹിന്ദു ഇസ്ലാമിക് ടച്ചുള്ള ഒരു ഡോംസൊക്കെ വെച്ച് പണിഞ്ഞേക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിങ് ആണ് അതിന് കൊടുത്തേക്കുന്നത്. ഭയങ്കര രസമാണ് കാണാൻ. ഈ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തുനിന്ന് കാണണം. ഇത് ദൂരത്തുനിന്നും അടുത്തുനിന്നും പല ആംഗിളിൽ നിന്ന് നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തൊരു വഴിയാവും. അത്രയും ബ്യൂട്ടിഫുള്ളാണ് സ്ഥലം. അപ്പോൾ ഇന്നും രാവിലെ അവിടെ വൃത്തിയാക്കാൻ കുറേ ചേച്ചിമാർ വരും. അവിടെ അവരിപ്പോൾ ഇലകളൊക്കെ പൊഴിയുണ്ട്, അതെല്ലാം തൂത്തുവാരും. എല്ലാം കംപ്ലീറ്റ്ലി ഗവൺമെൻറ് അണ്ടറിൽ നന്നായിട്ട് ഈ ടൂറിസം അവർ നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 11 കൊമ്പന്മാരെയും, നിരന്ന് നിൽക്കുന്ന 11 കൊമ്പന്മാരെയും നോക്കുന്ന പാപ്പാമാരും ഒക്കെ വസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവർക്കുള്ള ഷെൽട്ടറാണ് ഈ കാണുന്ന ഒരു ബിൽഡിങ്. അതിന് ഫ്രണ്ടിലൊരു ആനയുടെ സ്ട്രക്ചറും കാര്യങ്ങളുണ്ട്. ആ ഒരു ആനയുടെ കൊമ്പൊക്കെ തന്നെ, ആനയുടെ ഇതൊക്കെ തന്നെ ഇങ്ങനെ മുറിഞ്ഞൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഞാൻ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഇവിടെ വെച്ച് ഞാൻ ഫോൺ റീചാർജ് ചെയ്തു. അങ്ങനെ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു ആളാണ് ഈ ഒരു അണ്ണാൻ കുഞ്ഞൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് പോയി. അതായത് റോയൽ എൻക്ലോഷർ. അതായത് പണ്ട് ഇവിടെ ദസറ, അതായത് മഹാനവമി പരിപാടി ഉത്സവ സമയത്തൊക്കെ ഇവിടുത്തെ മെയിൻ പാട്ടുകാരും ഡാൻസുകാരും ഒക്കെ വലിയ പരിപാടികൾ നടത്തുന്നതും ട്രേഡിങ് നടത്തുന്നതും കച്ചവടവും എല്ലാം നടക്കുമ്പോൾ രാജാവ് ഇതിന് മുകളിൽ നിന്നിട്ടായിരുന്നു കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ടൈമിൽ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്നതും, ഇപ്പോൾ രാജാവ് നമ്മൾ ആ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, അവർ ആ ഒരു ട്രഷർ ഹണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടുന്ന് മേളിൽ നിന്നിട്ടാണ് അവർ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിന് മുകളിൽ നിന്നിട്ടായിരുന്നു പണ്ട് രാജാവ് തൻ്റെ പ്രജകളെ അഡ്രസ്സ് ചെയ്യുന്നതും അദ്ദേഹം അന്ന് നടക്കുന്ന കലാപരിപാടികളെല്ലാം കണ്ടുകൊണ്ടിരുന്നതും എല്ലാം. ഇതൊക്കെ തന്നെ എൻ്റെ കൗതുകം നിറയുന്നൊരു സംഭവമാണല്ലോ. നമ്മളിതൊക്കെ പോയി അതിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുമ്പോൾ രാജാവ് ഇവിടെ നിന്നായിരുന്നല്ലോ ഇതൊക്കെ കണ്ട്. അതൊക്കെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. ശരിക്കും ഇതിൻ്റെ താഴെ തന്നെയും വളരെ കിടിലം സ്ട്രക്ചേഴ്സൊക്കെ അവരിങ്ങനെ കുത്തിപ്പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ നശിച്ചു പോയി, എന്നാൽ പോലും നമുക്ക് ഇപ്പോൾ ചെന്നാലും കാണാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട ആരും. നേരത്തെ കാലത്ത് പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉള്ളതെങ്കിലും കാണാൻ പറ്റും. കാരണം ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ ചിലപ്പോൾ നശിച്ചു പോയേക്കാം. കാരണം ഇതിലിനി അവർ മെയിൻ്റനൻസ് ഒന്നും ചെയ്യില്ല. ഇത് നശിച്ചു പോകുന്നത് അങ്ങനെ പോവും. അപ്പോൾ എല്ലാവരും വേഗം തന്നെ പോവുക. അപ്പം ഞാൻ അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് എത്തണം, ദൂരത്തുനിന്ന് എന്തായിരിക്കും അതിൻ്റെ ഒരു വ്യൂ എന്നൊക്കെ അറിയാൻ വേണ്ടി പയ്യെ അതിൻ്റെ മുകളിലേക്ക് കയറി. അങ്ങനെ ഞാനതിന് മുകളിലെത്തി. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു എൻട്രി ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടോ, മേ ബി രാജാവ് ആ ഒരു ഉത്സവ സമയത്ത് അതിലെ തന്നെ കയറി വന്നിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് പുറകിൽ കൂടെ ഇറങ്ങി പോകുന്നൊരു വഴിയായിരിക്കാം അത്. അപ്പോൾ അങ്ങനെ കുറച്ച് അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസും നടന്നു പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവിടെ നിന്നുള്ളൊരു കംപ്ലീറ്റ് വ്യൂ. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഒരു വൈറ്റ് സ്ക്രീനിലിട്ടാൽ കാണാൻ പറ്റും എന്ത് വൈഡായിട്ടായിരിക്കും ഒരു രാജാവ് ഇവിടുത്തെ ഒരു പ്രൗഢയോടെ നിന്ന് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവരെ അഡ്രസ്സ് ചെയ്തെന്നുള്ളത്. അപ്പം കൃഷ്ണദേവരായ എന്ന് പറഞ്ഞൊരു പവർഫുള്ളായിട്ടുള്ളൊരു രാജാവ് തന്നെ ആയിരിക്കും അത്രയധികം സപ്പോർട്ടും കൊടുത്ത് ഈ ഒരു എംപയറിന് ആ ഒരു ടൈമിൽ, ആ ഒരു 20 വർഷക്കാലം ഇതിനെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ എത്തിച്ചതൊക്കെ. ഇതിന് ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇനിയും പോകുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു വൈഡ് ആംഗിൾ വ്യൂ എന്ന് പറഞ്ഞാൽ. കംപ്ലീറ്റ് ഒരു 180 ഡിഗ്രിയിലുള്ളൊരു വ്യൂ, ഒരു കംപ്ലീറ്റ് അവിടെ ആരൊക്കെ ഉണ്ടോ എല്ലാവരെയും രാജാവിന് കാണാം, എല്ലാ പരിപാടികൾ കാണാം. എന്നാൽ ആലോചിക്കും നമുക്ക്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്തു, ഇപ്പോൾ ഒരു സന്ധ്യാസമയത്ത് വൈകുന്നേരം ആ ഉത്സവ സമയത്ത് എങ്ങനെയായിരിക്കും, കുറേ ആനകളും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമായിരിക്കും, മ്യൂസിക്കും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ പയ്യെ ആ പുറയിലത്തെ ഒരു സ്ഥലത്തൂടെ ഇറങ്ങി. അപ്പോൾ ഇതുവഴി ആയിരിക്കണം രാജാവും ഇറങ്ങി പോയിട്ടുണ്ടാവണം പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത സ്ഥലമായ കാര്യങ്ങളൊക്കെ കാണാൻ പോയി. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റേജിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി 2 എൻട്രി ഒന്നും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പോലും പറ്റില്ല. അപ്പോൾ അടുത്തുപോലെ കാണാൻ പറ്റുള്ളൂ. അതുപോലെയാണ് അവർ പണിഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടുത്തെ അടുത്ത സ്ഥലമായ ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി, അതായത് ഒരു ബ്ലാക്കായിട്ടുള്ള കല്ലുകൾ കൊണ്ട് പണിഞ്ഞെടുത്ത ഒരു പുഷ്കരണി. ഇതാണ് അവിടുത്തെ ഈ ഒരു കുളം, അമ്പലക്കുളം. പുഷ്കരണിയിൽ ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ടൊരു പരിപാടി കണ്ടത്. കാരണം ആ ഒരു നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ സ്റ്റെപ്പായിട്ടുള്ള ഒരു അമ്പലക്കുളമൊക്കെ, അതാണിത്, ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി. അപ്പോൾ നിങ്ങൾക്കിത് പോസ് ചെയ്തിട്ടാണെങ്കിൽ അത് സൂം ചെയ്ത് വായിച്ചു നോക്കാം, അതിനെപ്പറ്റി കൂടുതൽ അറിയാം. അപ്പോൾ ഞാനിങ്ങനെ ദൂരെ നോക്കുമ്പോൾ ഇതിങ്ങനെ പോകുന്നത് കണ്ടു. അപ്പോൾ ഇത് ശരിക്കും എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കനാൽ പോലത്തെ സ്ട്രക്ചറിൽ കൂടാണ് ആ പുഷ്കരണിയിലേക്ക് വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ തുംഗഭദ്ര റിവറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് വാട്ടർ എത്തിക്കുന്നതായിരിക്കാം. എന്തായാലും അവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഭയങ്കര കിടിലമായിരുന്നെന്ന് തോന്നുന്നു. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് അന്നത്തെ കാലത്ത് പൈപ്പൊന്നും ഇല്ലാത്ത കാലത്ത് ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ വെള്ളം എത്തിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അവർ അടിപൊളി ആൾക്കാർ തന്നെ. ഇതുവഴി ഇങ്ങനെ വെള്ളം വരുന്നു, നേരെ ഈ പുഷ്കരണിയിലേക്ക് ചാടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറിങ് ഉണ്ടല്ലേ, ഫുൾ ഇങ്ങനെ ഭയങ്കര സിമെട്രിക്കലായിട്ട് സ്റ്റെപ്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് എല്ലാ സൈഡിൽ നിന്നും ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ്. ഇപ്പോൾ മേളിൽ നിന്നൊരു ഹെലിക്യാമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മേളിൽ നിന്നൊക്കെയാണല്ലോ അതിൻ്റെ ഭയങ്കര രസമായിരിക്കും കാണാൻ. ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ടായിട്ട് നടുക്ക് വരെ അടിപൊളിയായിരിക്കും. പക്ഷെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ചിലപ്പോൾ സമ്മർ ആയതുകൊണ്ട് അവർ ആ വെള്ളം അവിടെ ഇപ്പോൾ നിറച്ചിടാത്തതായിരിക്കാം, പെട്ടെന്ന് ആവിയായി പോകുന്നത് കൊണ്ടൊക്കെ. അപ്പോൾ ഈ ടൈമിൽ പോയാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാഴ്ച. മേബി നല്ല മഴ സമയത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അല്ലാണ്ട് വെള്ളം വീണ് നിറഞ്ഞൊക്കെ കിടക്കുമായിരിക്കാം. എന്തായാലും നമുക്ക് ഇറങ്ങി കാണുന്നതിനൊന്നും പ്രശ്നമില്ല. അവിടെ ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വലിഞ്ഞ് കയറി വരണമെന്നേ ഉള്ളൂ. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് നമ്മൾ അവിടേക്കൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യുക. പെട്ടെന്നൊന്നും സ്ലിപ്പായി താഴോട്ടൊന്നും വീണ് കഴിഞ്ഞാൽ നല്ല കിടിലം പാറക്കല്ലുകളാണ്. അപ്പോൾ അതിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ മുറിയുകയും ചെയ്യും, ചിലപ്പോൾ കൈയും കാലും ഒടിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ സൂക്ഷിക്കണം. അപ്പം അങ്ങനെയാണ് ആ ഒരു ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. 1336 മുതൽ 1485 വരെ സംഗമ ഡൈനാസ്റ്റി, അതുപോലെ സലുവ ഡൈനാസ്റ്റി, അതുപോലെ തുലുവ ഡൈനാസ്റ്റി, അതുപോലെ അരവിഡു ഡൈനാസ്റ്റി, ഇത്രയും ഡൈനാസ്റ്റി 4 പതിറ്റാണ്ടിൻ്റെ ഡൈനാസ്റ്റി ഭരിച്ചിട്ടും ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ത് മാജിക്കാണല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത ഒരു സ്ഥലത്തെത്തി, അതായത് അണ്ടർഗ്രൗണ്ട് ചേംബർ. അതായത് നമ്മൾ ആ കണ്ട ഒരു മഹാനവമി ഡിബ്ബയുടെ ഒക്കെ അടുത്ത് തന്നെയാണ് ഈ ഒരു സീക്രട്ട് ചേംബർ, അതായത് ഈ ഒരു അണ്ടർഗ്രൗണ്ട് ചേംബർ വരുന്നത്. ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ചേംബറിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ ഇതൊരു മെയ്സ് പോലെയാണ്. ഇതിൻ്റെ തുടക്കം എവിടെ, ഇതിൻ്റെ എൻഡ് എവിടെയെന്ന് ഇതിൻ്റെ അകത്ത് കയറി കുറച്ച് വാതിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ കിളി പോകും സത്യം പറഞ്ഞാൽ. ഞാൻ ആദ്യം കയറി പയ്യെ വീഡിയോയുടെ ഫ്ലാഷൊക്കെ ഓണാക്കി ഇങ്ങനെ നടക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഒരു ലൈറ്റൊക്കെ കാണും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മൾ നോക്കുമ്പോൾ അടുത്തൊരു വാതിൽ കാണും. അപ്പോൾ ആ വാതിൽ കൂടെയാണ് ഈ പുറത്തുനിന്നുള്ള ലൈറ്റൊക്കെ എൻ്റർ ചെയ്യണം. അവിടെ നോക്കുമ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് ചെറുതായിട്ട് എന്തോ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനതൊക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് പയ്യെ അടുത്തൊരു വാതിൽ കണ്ടു. അപ്പോൾ അതിലേക്ക് ഞാൻ പയ്യെ ആദ്യം കംപ്ലീറ്റ് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് നടന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഫുൾ ഇരുട്ടായിരിക്കും. പിന്നെ ഞാൻ പയ്യെ വീഡിയോയുടെ ഒരു ഫ്ലാഷ് ലൈറ്റൊക്കെ ഓണാക്കി പയ്യെ ഉള്ളിലോട്ട് നടന്നു. അപ്പോൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് നടന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്തൊരു വാതിൽ കാണും. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ, ഇതിൻ്റെ എൻഡ് എവിടെ, ഇത് ശരിക്കും എങ്ങോട്ടാണ് റൂട്ട് ചെയ്തേക്കുന്നത് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അന്നത്തെ കാലത്ത് ഇവർ ഈ അണ്ടർഗ്രൗണ്ടിൽ കാണിച്ചു വെച്ചേക്കുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഇത് എങ്ങനെയാണാവോ? കാരണം ഫുള്ള് കല്ല് കൊണ്ടാണ് ഈ പണിഞ്ഞേക്കുന്നത്. ഇതെങ്ങാനും പൊളിഞ്ഞ് നമ്മുടെ തലയിൽ വീഴോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പേടിച്ചു പോകും.
പിന്നെ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു നോക്കിയപ്പം അടുത്ത ഡോറ് കണ്ടു. പിന്നെ ഈ ഡോറ് കയറി ഇറങ്ങി എവിടെയെങ്കിലും പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പയ്യെ തിരിച്ചിറങ്ങി. കാരണം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം ഇതെങ്ങോട്ടാണ് പോകുന്നത്. നമ്മളോട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഈ പോകുന്ന വഴിക്ക് എങ്ങനെ താഴ്ട്ട് പൊളിഞ്ഞ് വീണാലും നമ്മുടെ ജീവനാണല്ലോ പോകുന്നത്. പിന്നെ റിസ്ക് എടുക്കാതെ ഞാൻ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ പോകുമ്പോൾ 1-2 പേരായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നകത്തൊക്കെ ഒന്ന് കയറി ഇത് എവിടെ വരെ ഉണ്ടെന്നൊക്കെ ഒന്ന് ചുമ്മാ നോക്കിയേക്കണം. അവിടുത്തുള്ള ആൾക്കാരെ വിളിച്ചാൽ അവർ എങ്ങനെ വരുത്തൊന്നുമില്ല. അവർ ഫുൾ ടൈം എന്തെങ്കിലും പരിപാടിയായിട്ടൊക്കെ ബിസി ആയിരിക്കും. അവർ നമ്മളടുത്ത് പറയും നിങ്ങൾ പോയി കണ്ടിട്ട് പോകാം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടൊരു മെയ്സ് പോലെയാണ്. ഇതിൽ പോയി കയറിക്കഴിഞ്ഞ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ പോകണമല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വേണം നമ്മൾ ഇതിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു യൂസേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മഹാനവമി ഡിബ്ബ ദസറയൊക്കെ നടക്കുന്ന ടൈമിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അറ്റാക്ക് ഇപ്പം രാജാവോടെ നിൽക്കുമ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ രാജാവിനും രാജ്ഞിമാർക്കും പാലസിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടാനും സെക്യൂർ ആവാനും വേണ്ടി പണ്ട് കാലത്ത് അവിടുത്തെ കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഈ ഒരു സീക്രട്ട് ചേമ്പറും പരിപാടിയൊക്കെ. അപ്പോൾ അതൊക്കെ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് മാറി തന്നെ വലിയൊരു സ്റ്റെപ്പ് ഇതുപോലെ മുകളിലേക്ക് പണിഞ്ഞു വെച്ചേക്കുന്ന കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ്, അതിനപ്പുറത്തേക്ക് നോക്കിയിട്ടൊന്നും അങ്ങോട്ട് ക്ലിയർ ആയതുമില്ല. അപ്പോൾ ഞാൻ ഓർത്തു പയ്യെ എന്നാൽ പിന്നെ അതിൻ്റെ മുകളിൽ വലിഞ്ഞേറാന്ന് ഓർത്തു. അപ്പം അങ്ങനെ പയ്യെ അതിന് മുകളിലേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് അതും ഇതേപോലെ വലിയ സ്റ്റേജിൽ പരിപാടികൾ കാണാൻ വേണ്ടി രാജാവ് കയറിപ്പോയി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ ഇപ്പോൾ നർത്തകന്മാർ ഡാൻസും കാര്യങ്ങളും അല്ലെങ്കിൽ പരിപാടികൾ പാട്ടും ബഹളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ നിന്നാണ് രാജാവ് ഇങ്ങനെ പരിപാടികളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു 180 ഡിഗ്രി വ്യൂവിൽ നമുക്ക് ഇങ്ങനെ കാണാം കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഫ്ലോർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. മേളിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ ആ സീക്രട്ട് ചേമ്പർ അവിടെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി നമ്മുടെ രാജാവിന് രക്ഷപ്പെടാനുള്ള റൂട്ടൊക്കെയാണ് അതൊക്കെ. ചിലപ്പോൾ അതൊക്കെ കൊട്ടാരം വരെ റൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അവർ. അങ്ങനെ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് പ്ലേസ് ഇതാണ് ക്യൂൻസ് ബാത്ത്. അപ്പോൾ നിങ്ങളിത് ചിലപ്പോൾ ആ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ആയിരുന്നു പണ്ട് രാജ്ഞിമാരും അവിടുത്തെ തോഴിമാരും ഒക്കെ വന്ന് ഒരുമിച്ച് കുളിച്ചിരുന്നേക്കൊരു സ്ഥലം. അവരുടെ വൈകുന്നേരങ്ങളിലൊക്കെ അവർ വന്നിരുന്നേക്കൊരു സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി കാണാൻ പറ്റും. ഇതും ഒരു ഇസ്ലാമിക് ഹിന്ദു ടച്ചിൽ പണിഞ്ഞേക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. ഒരു മിക്സ്ഡ് കൈൻഡ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണെല്ലാം. നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില മുസ്ലിം ഒരു ടച്ച് വരും, ചിലപ്പോൾ നമുക്കൊരു ഹിന്ദു, അങ്ങനെ ഒരു ടൈപ്പിലാണ് പണിഞ്ഞേക്കുന്നത്. അതിൻ്റെയൊക്കെ ബേസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കുടിയേറിയവർ പലതും ഹിന്ദുവിലേക്ക് കൺവേർട്ടായവരും പിന്നെ മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്നവരൊക്കെ ഈ എംപയറിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ബിൽഡിങ്സിനും അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങളൊക്കെ വന്നേക്കുന്നത്. പല രാജാക്കന്മാരും അവിടുന്ന് സുൽത്താനേറ്റ്സിൽ നിന്ന് വന്നവരുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു പരിപാടി. അപ്പോൾ ഈ ഒരു സൈഡിൽ ഫുള്ള് ഈ ഒരു നടുക്ക് കാണുന്ന ഒരു നടുമുറ്റത്താണ് മൊത്തം വെള്ളം വന്നിട്ട് അവിടെയാണ് അവർ കുളി കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തന്നെ ഉള്ളിലുള്ള സിമട്രിയൊക്കെ തന്നെ അതിഭീകരമാണ്. ഭയങ്കര കിടിലമായിട്ട് അവർ പണിഞ്ഞു വെച്ചേക്കുന്നതൊക്കെ. ഇതൊക്കെ അന്നത്തെ കാലത്ത് അവർ കറക്റ്റ് മെഷർമെൻ്റൊക്കെ എടുത്ത് ഈ കല്ലിൽ ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പോകുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ല ഈ സ്ഥലങ്ങളൊന്നും. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഓട്ടോ ചേട്ടന്മാരുടെ കൂടെ പോയാൽ മതി. അവർക്ക് കംപ്ലീറ്റ് സ്ഥലങ്ങളറിയാം. അവർ കൂടുതലായിട്ട് പറഞ്ഞു തന്നില്ലെങ്കിലും അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കൃഷ്ണദേവരായ എന്ന് പറഞ്ഞ അദ്ദേഹം ഡിഫീറ്റ് ചെയ്തത് ബഹുമനി സുൽത്താൻ പിന്നെ ഒറീസ എന്ന് പറഞ്ഞ റൂളേഴ്സിനെ ഒക്കെയാണ് പുള്ളി ഡിഫീറ്റ് ചെയ്തത്. അവരൊക്കെയാണ് മെയിൻ അറ്റാക്ക് പുള്ളിയുടെ സമയത്ത് നടത്തിയത്. പക്ഷേ ആ ടൈമിലുള്ളവരെയൊക്കെ പുള്ളി നൈസായിട്ട് തോൽപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ആ കിങ്ഡം അത്രയും കിടലായിട്ട് പോയത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെയൊക്കെ തെന്നാലി രാമൻ കഥകളിലെ അന്നത്തെ ഈ രാജാവിൻ്റെ കോർട്ടിലെ പോയറ്റായിരുന്നു തെന്നാലി രാമൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും ഈ ഒരു സ്ഥലത്തിനുണ്ട്. അപ്പോൾ അരവിഡു ഡൈനാസ്റ്റി, അതായത് 1570 തൊട്ട് 1646 കാലഘട്ടത്തിലാണ് ഈ ഒരു ഹംപിയുടെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ പാർട്ട് 1 ഇവിടെ കഴിയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി കഥകളും ബാക്കി സ്ഥലങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. സോ ബൈ ബൈ.